ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ 15-ാം ദിവസമാണ് റിവിഷൻ്റെ. നാളെ ഒരു അവസാന റിവിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് നന്ദി. ഇനിയും എന്ത് ചെയ്യുക, നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളും ഈ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ തന്നെ ഓടുക. സോ ഇന്നും GK-യുടെ ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ കീറി മുറിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള റെലവൻറ്റ് ഡാറ്റ, നമുക്ക് ഇൻഫർമേഷൻ പഠിച്ചിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ അതിന് സമയം കളയണ്ട, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്യോട്ടോ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് റിഡ്യൂസ് ചെയ്യാൻ ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഏത് രാജ്യത്ത് വെച്ചിട്ട് കൂടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, USA, ജർമ്മനി, ജപ്പാൻ, സ്വിറ്റ്സർലൻഡ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ഇതിൻ്റെ ഉത്തരം അറിയുന്നുണ്ടാവില്ല. പക്ഷേ ക്യോട്ടോ എന്ന വേർഡ് കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം എന്താണ് അത്. ജപ്പാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡാണ്. സോ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലം ജപ്പാനിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി ഇത് ആക്ച്വലി ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ജപ്പാനിലാണ്, ജപ്പാൻ സിറ്റിയിലാണ് ഇത് നടക്കുന്നത്. ജപ്പാനിലൊരു സിറ്റിയിലാണ് നടക്കുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം, അഥവാ ഇത് 1997 ഇത് ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്, ഇത് നമുക്ക് കെയിം ഇൻ എഫക്റ്റ് എന്ന് പറയുന്നത് 2005. ഓക്കെ, 2005. ഗ്രീൻ ഹൗസ് ഗ്യാസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ഡിസ്കഷൻ പോയിട്ടുള്ളതാണ്. സോ എന്ത് ചെയ്യുക, അത് കാണാത്തവർ കാണുക. ജസ്റ്റ് അതിൻ്റെ ഒരു റിവിഷൻ പോലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് വാട്ടർ വേപ്പർ ആണെന്നും, ഓക്കെ, അതുപോലെ തന്നെ SF6 ആണ് ഏറ്റവും പോട്ടൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് പോലെ തന്നെ നമുക്ക് നൈട്രസ് ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയർ പൊള്യൂട്ടൻസ് ആണ്. പക്ഷേ ഇതിലെ SO2 ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്നും NO2 ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്ന് നമ്മൾ പഠിച്ചു. അതേസമയം N2O അഥവാ ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന N2O ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്നും നമ്മൾ പറഞ്ഞായിരുന്നു. ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പോയിട്ടുള്ളതാണ്. എന്ത് ചെയ്യുക, അത് കാണാത്ത ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, അത് പോയി കാണുക, ഉറപ്പായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് ബൈ. ആർക്കാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യാനുള്ള പവർ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് ഇരു ഹൗസുകൾക്കുമാണോ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണോ, ഇന്ത്യൻ പ്രസിഡന്റിനാണോ, അതോ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണോ എന്നുള്ളതാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആക്ച്വലി പ്രസിഡൻ്റാണ്. അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ കുത്താമെന്ന് ഉത്തരം ഏതായിരിക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. പക്ഷേ ആക്ച്വലി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ല, ബോത്ത് ഹൗസ് ഓഫ് പാർലമെൻ്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ ആണല്ലോ, ഇരു ഹൗസ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഓക്കെ, ശരി. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ജസ്റ്റ് ഒരു ലോക്സഭയും രാജ്യസഭയും മാത്രമാണെന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ആക്ച്വലി അല്ല, ഓൾറെഡി ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്, ഇവരുടെ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോയിട്ടുള്ളതാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും മാത്രമല്ല, ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, പ്രസിഡന്റും ലോക്സഭ, രാജ്യസഭ ഇവർ മൂന്നും ചേർന്നതാണ് എന്ത്, പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവരുടെ ആർട്ടിക്കിൾസ് രാജ്യസഭ 80 ആണെന്നും ലോക്സഭ 81 ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചതാണ്. അറിയാത്തവർ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ, ശരി. അപ്പോൾ പാർലമെൻറ്റ് ഇരു ഹൗസുകളും ഒരു സ്പെഷ്യൽ മെജോറിറ്റിയോടെ മാത്രമേ ആരെ പുറത്താക്കാൻ പറ്റത്തുള്ളൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫാക്ടർ നോക്കാം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അഥവാ അവരുടെ ആർട്ടിക്കിൾ ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാം. ആർട്ടിക്കിൾ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, CEC എന്ന് പറയുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ, 324 ആണ്. ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാടാ. ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എത്ര വയസ്സിലാണ്, 18ാം വയസ്സിലാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നത്. ഓക്കെ, ലീഗലി നമുക്ക് ഏബിൾ ആവുന്നത് 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ 18ൻ്റെ സ്ക്വയർ ആണ് 324. സോ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 324 ആണ്. ഓക്കെ, അറിയാത്തവർ നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹത്തിൻ്റെ ടെന്യൂർ, അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, ഇതിലേതാണോ ആദ്യം പൂർത്തിയാവുന്നത്, 6 വർഷമാണ് അദ്ദേഹം ആ പദവിയിൽ ഇരുന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം പൂർത്തിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേമിലോ അതിൻ്റെ ബേസിലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 65 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിലോ എന്തായിരിക്കും, അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാവുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ, ശരി. ഇത് രണ്ടും നോട്ട് ചെയ്യുക. പിന്നെ വിട്ടു വരുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ.
ഓക്കെ, അത് പറയുമ്പോൾ നമ്മുടെ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ പുറത്താക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ. സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ പുറത്താക്കാനുള്ള റൈറ്റ് ഉള്ളത് ഓക്കെ ആർക്കാണ്? റിമൂവ് ചെയ്യാൻ പറ്റുന്നത് പ്രസിഡന്റിനാണ്. ഒന്നുകൂടെ പറയാം, സുപ്രീം കോർട്ടിലെ ജഡ്ജസുകളെ പുറത്താക്കാനുള്ള റൈറ്റ് ഉള്ളത് ആർക്കാണ്? റിമൂവ് ചെയ്യാൻ പറ്റുന്നത് പ്രസിഡന്റ് മാത്രമാണ്. നോട്ട് ചെയ്യുക. ഇനി ചീഫ് ജസ്റ്റിസ് എന്ന ഓപ്ഷൻ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് ചീഫ് ജസ്റ്റിസുകളെ പരിചയപ്പെടാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ് എന്ന് ചോദിച്ചാൽ ഹരിലാൽ ജെ കന്യ. ഹരിലാൽ ജെ കന്യയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഫസ്റ്റത്തെ. നമുക്ക് ഇപ്പോൾ ആക്ച്വലി നമ്മുടെ നിലവിലെ നമുക്ക് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ബി ആർ ഗവായി ആണ്. ബി ആർ ഗവായി അദ്ദേഹം നമ്മുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. 52ാമത്. ഇത് തൊട്ട് മുന്നേ 51ാമത് ഒരാളുണ്ടായിരുന്നു. ആരാ? സഞ്ജീവ് ഖന്ന. അതിന് തൊട്ട് മുന്നേ 50ാമത്തെ ഒരാളുണ്ടായിരുന്നല്ലോ, DY ചന്ദ്രചൂഡ്. റൈറ്റിംഗ് ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. DY ചന്ദ്രചൂഡാണ് 50ാമത്തെ. 51st വരുമ്പോൾ സഞ്ജീവ് ഖന്ന, 52ാമത് BR ഗവായി എന്നുള്ളൂ കേട്ടോ, BR ഗവായി. ഇനി DY ചന്ദ്രചൂഡ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള YV ചന്ദ്രചൂഡാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ കാലാവധി ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി. ഓക്കെ ആണല്ലോ. സോ DY ചന്ദ്രചൂഡിൻ്റെ അച്ഛനായിട്ടുള്ള YV ചന്ദ്രചൂഡാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അത് നോട്ട് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഒരു പോയിന്റ് പറയാൻ വിട്ടത്, ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാടാ? ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോൾ സുകുമാർ സെൻ ആണ്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്യണം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ഫാക്ട്സ് നോക്കി, സ്റ്റാറ്റിക് ജിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ആരാ, ഇപ്പോഴത്തെ ആരാ, ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും ചോദിക്കാം. കാര്യം ഈ അപ്പോയിൻമെൻറ്റ് വളരെ റീസെൻ്റ്ലി നടന്ന സാധനമാണ്. ഓക്കെ, 52ാമത് ചീഫ് ജസ്റ്റിസ് BR ഗവായി. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. ആസ് പെർ സെൻസസ് ഓഫ് ഇന്ത്യ 2011 ദ പോപ്പുലേഷൻ ഡെൻസിറ്റി വാസ് അബൌട്ട്. ഒന്നുമില്ല, 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് 2011 സെൻസസ് പ്രകാരം നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയാൽ എത്രയാണ്? ഇതിൻ്റെ ഉത്തരം ആക്ച്വലി 382 ആണ്. 382 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ ആണല്ലോ. 2011 സെൻസാണ് പറയുന്നത്. ആക്ച്വലി 2021 അടുത്ത സെൻസ് നടക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ നമുക്ക് കോവിഡ് ആയതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഉടനെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. 382 ഇതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് കൂടെ നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. എഗെയിൻ നിങ്ങൾ പോപ്പുലേഷൻ അല്ല പറയുന്നത്, ഇവിടെ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആരാടാ? ബീഹാറാണ്. മോസ്റ്റ് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി എന്ത് പഠിക്കേണ്ടി വരും? ലീസ്റ്റും പഠിക്കേണ്ടി വരും അല്ലേ? ലീസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ലീസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് അരുണാചൽ പ്രദേശാണ് ലീസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശരി. ഇനി നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് കാണിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് നമുക്കുണ്ട്. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എൻ്റെ ഉത്തരം. നാഗാലാൻഡാണ്. ഇതിൻ്റെ കോഡ് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് നാഗാലാൻഡ് അല്ലേ? പാമ്പ് കടിച്ചിട്ടാണ് പോപ്പുലേഷൻ ഗ്രോത്ത് കുറയുന്നതാണ് കോഡ് വെച്ച് പഠിച്ചു വയ്ക്കുന്നത്. എങ്കിലും അത് നോട്ട് ചെയ്ത് വയ്ക്കുക. നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റാണ് ഏത്? നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടോ നോക്കി. ഇതിന് നിങ്ങൾ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് അവിടെ എത്ര, ഇപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ ഇന്ത്യയിൽ മൊത്തം 382 സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു. അതുപോലെ ബീഹാറിൽ എത്ര, അരുണാചൽ പ്രദേശിൽ എത്ര എന്നുള്ളത് നോക്കുക. അരുണാചൽ പ്രദേശ് 17 ആണ്. അതുപോലെ ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് അത്രയേ പറയുന്നുള്ളൂ. ശരി, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കി. എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ കെയിം ഇൻ ദ ഇയർ. ഏത് വർഷത്തിലാണ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എൻഡ് ആയെന്നാണ് വന്നതെന്നല്ല, എൻഡ് ആയെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയാൽ ഏതായിരിക്കും?
ഓക്കെ, പിന്നെ ഉത്തരം ആക്ച്വലി എന്താണ്? എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ അല്ലേ? എൻഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുമ്പോൾ ഏതാണ്? 47. സിമ്പിൾ ക്വസ്റ്റൻ ആയല്ലേ, ആലോചിക്കാൻ സമയം വേണ്ട. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് നമ്മുടെ ബ്രിട്ടീഷ് റൂൾ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ഓരോ വർഷത്തെ നമുക്ക് റെലവൻസ് നോക്കാം. ഇപ്പോൾ പോയേന് 1945 പറഞ്ഞാൽ എന്തുണ്ട്? വേബൽ പ്ലാൻ ഉണ്ട് അല്ലേ? വേബൽ പ്ലാൻ 45. അതുപോലെ 1946 അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ കാണുമ്പോൾ നോട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇൻ്ററിം ഗവൺമെൻറ് വരുന്നുണ്ട്, ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട് അല്ലേ? ക്യാബിനറ്റ് മിഷൻ പറഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിപ്സ് മിഷൻ അല്ലേ? 1942 അത് ആക്ച്വലി വരുന്നത്. 1942 ക്രിപ്സ് മിഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്, ഡയറക്റ്റ് ആയിട്ട് ടേം തരും, എന്നിട്ട് ചോദിക്കും ക്രിപ്സ് മിഷൻ ഏത് വർഷമാണ്, ക്യാബിനറ്റ് മിഷൻ ഏത് വർഷമാണ്, ഇൻ്ററിം ഗവൺമെൻറ്, അതുപോലെ വേവൽ പ്ലാൻ. ഇതൊക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. എൻ്റെ ഉത്തരം ഞാനിത് ആക്ച്വലി എക്സ്ട്രാ ഫാക്ട്സ് പറയാൻ വേണ്ടി മാത്രം എടുത്ത ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റനും ഇത് കഴിഞ്ഞ RRBയുടെ ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റനാണ് എടുത്തേക്കുന്നത്. സോ ഇത് ഇങ്ങനെ ക്വസ്റ്റൻ വരുമെന്ന് വെച്ചാൽ ഇങ്ങനെയും ക്വസ്റ്റൻ വരും, വന്ന ക്വസ്റ്റനാണ് എടുത്തേക്കുന്നത്. സോ ഭയങ്കര ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റൻ മാത്രമല്ല, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റനും ചോദിക്കും. അവിടെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താ അഡ്വാൻറ്റേജ്? എന്താ? എല്ലാവർക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എല്ലാവർക്കും അടിക്കാൻ പറ്റും, അത് ഡിസഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ കൂടെ അഡ്വാൻറ്റേജ് എന്താ? നിങ്ങൾക്കും അടിക്കാൻ പറ്റും. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്, അതും നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ എക്സ്ട്രാ ഇത് അറിയാത്തവർ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഹോൺബിൽ ഫെസ്റ്റിവൽസ് ഞാൻ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്റ്റാറ്റിക് GKയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. സ്റ്റേറ്റ് വൈസ് ചോദിക്കാറുണ്ട്. പിന്നെ ഇത് ഏത് ഫോക്കല്ല ഏത് ട്രൈബാണ് നടത്തുന്നത് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ വരാറുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചോണം. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം ഹോൺബിൽ ഫെസ്റ്റിവൽ ഉറപ്പായിട്ടും ചെറുക്കെങ്കിലും അറിയാമായിരിക്കും. ഉത്തരം നാഗാലാൻഡിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ വരുന്നത്. ഇത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ 2000. ഞാൻ കോഡ് പറയാറുണ്ട്, രണ്ട് കൊമ്പുണ്ട്. സോ 2000 അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. എഗെയിൻ GK ഒരു ബോറിംഗ് ടോപ്പിക്കായിട്ട് കാണണ്ട, പക്ഷേ സ്റ്റാറ്റിക് GK വരുമ്പോൾ ഇച്ചിരി ഉണ്ട് അല്ലേ? കുറച്ച് കണ്ടന്റ് ഉണ്ട് പഠിക്കാൻ. അവിടെ ഇവിടെ നിന്നൊക്കെ ഒരുപോലുള്ള സിമിലർ ടേംസ് വരും, കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുക? കുറച്ച് സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, മേ ബി വിയേർഡ് ആയിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക? തീർച്ചയായും അത് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി, ഉത്തരം 2000 വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. 2 കൊമ്പുണ്ട്. സോ 2000 നാഗാലാൻഡ്. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ കൂടെ അരുണാചൽ പ്രദേശ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോലുങ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അല്ലേ? പിന്നെ മോപ്പിൻ ഫെസ്റ്റിവൽ എവിടത്തേന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. ഒഡീഷയിൽ നമുക്ക് പറയാം നുംഖായി ഉണ്ട്. പിന്നെ പൂരിയിലെ രഥയാത്രയുണ്ട്. രഥയാത്ര അവിടെ മാത്രം അല്ലെന്ന് ഞാൻ കേട്ടു, പക്ഷേ ഇത് രഥയാത്ര ഒഡീഷയിൽ ഉണ്ടെന്ന് എന്ത് ചെയ്യുക? പ്രത്യേകം നോട്ട് ചെയ്യുക. അവിടെ പൂരിയിലെ ജഗന്നാഥ ടെമ്പിൾ ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്. വെസ്റ്റ് ബംഗാളിൽ നമുക്ക് ദുർഗപൂജ അല്ലേ? ദുർഗപൂജ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊഹേല ബൈസാഖി. പൊഹേല എന്നും പൊയില എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പഠിച്ചാലും ആ പ്രൊനൗൺസിയേഷൻ എങ്കിലും നോക്കി വയ്ക്കുക. ഏകദേശം സിമിലർ ആയിട്ടുള്ള വന്നാലും എന്ത് ചെയ്യുക? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദുർഗപൂജ, പൊഹേല ബൈസാഖി. വെസ്റ്റ് ബംഗാളിലെ ദുർഗപൂജ, പൊഹേല ബൈസാഖി. ഒഡീഷയിലെ നുംഖായ് രഥയാത്ര ഉണ്ടെന്ന് പറഞ്ഞു. നാഗാലാൻഡിലെ ഹോൺബിൽ പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ സോലുങ് മോപ്പിൻ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്ന ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും. അല്ല, നമ്മുടെ സദേണും വരാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക? ആ ടോപ്പിക്കിൽ കുറച്ച് ഫെമിലറായിട്ട് PYQ വന്നിട്ടുള്ളത് തന്നെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്, ഒരു ടോപ്പിക്കാണ്. ഓക്കെ ആണല്ലോ. ശരി, ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണല്ലേ? സോ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കുറേ പേര് നിൽപ്പുണ്ട്. ഞാനിവിടെ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ PG കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. സോ അവയർനെസ്സിനൊരു തീർച്ചയായും കുറവ് നമ്മുടെ കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് SSC എന്ന് പറയുന്ന ഒരു മേഖല നോർത്ത് ഇന്ത്യൻസിൻ്റെ കുത്തകയായി നിൽക്കുന്നുള്ളതിൻ്റെ മറുപടിയാണ് അവയർനെസ്സിൻ്റെ കുറവ് എന്ന് പറയുന്നത്. തീർച്ചയായും അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഇപ്പോൾ വരാന്ത റേസ് വന്നേക്കുന്നത്. നമ്മൾ വരുന്ന ജൂൺ 14 ശനിയാഴ്ച 10 മണി മുതൽ 12 മണി വരെ നമ്മുടെ വരാന്ത റേസ് കൊച്ചി ബ്രാഞ്ചിൽ അല്ലേ, പാലാരിവട്ടം ജംഗ്ഷനിൽ ആണ് കൊച്ചി ബ്രാഞ്ച് വരുന്നത്. അവിടെ തന്നെ നമുക്ക് എന്താണ് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം വരുന്ന 14-ാം തീയതി പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള എൻട്രി ആണ് വരുന്നത്. താഴെ പറഞ്ഞ ഈ നമ്പറിൽ എന്ത് ചെയ്യുക? തീർച്ചയായും വിളിക്കുക. ഫ്രീ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. ആരും മിസ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ്, എക്സ്പേർട്ട് തരുന്ന ഒരു ഗൈഡൻസ് ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് എന്ന് കൺഫ്യൂസിങ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായും പ്രയോജനപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുക? അത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസ്കവറീസ് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കവറീസ് എന്ന് പറയുന്നത് അല്ലേ?
ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഡിസ്കവറീസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് കുറച്ച് വാക്സിൻസ് കണ്ടുപിടിച്ച ആരാണ് എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ലൂയി പാസ്റ്റർ വാസ് നോൺ ഫോർ ഡിസ്കവറി ഓഫ്, അഥവാ ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ച വാക്സിൻ താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഉത്തരം ഏതാടാ? റാബീസ് വാക്സിനാണ്. റാബീസ് വാക്സിൻ ഇൻ ദ ഇയർ 1885, 1885 റാബീസ് വാക്സിൻ ലൂയി പാസ്റ്റർ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ശരി, ബാക്കിയുള്ള വാക്സിനെ നമുക്ക് കണ്ടുപിടിച്ച ആരാന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രീഫായിട്ട് പോകാം. പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുന്നത് പിന്നെ മറ്റൊരു പേരുണ്ട് സാൽക്ക് വാക്സിൻ. എന്തുകൊണ്ട് ഇതിനെ സാൽക്ക് വാക്സിൻ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരിലാണ്. എന്താണ്? ജോനാസ് സാൽക്ക്. ജോനാസ് സാൽക്കാണ് സാൽക്ക് വാക്സിൻ അഥവാ പോളിയോ വാക്സിൻ കണ്ടുപിടിക്കുന്നത്. വർഷം ഏർലി 1950s എന്നാണ് ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പ്രോപ്പറായിട്ട് വർഷം PYQ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഏർലി 1950s ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ തന്നെ കണ്ട ഒരു PYQ ഞാൻ കണ്ടതാണ്. എൻ്റെ സൊല്യൂഷനിൽ അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ. ഓക്കെ, ചിക്കൻ ബോക്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. പോളിയോ വാക്സിൻ അഥവാ സാൽക്ക് വാക്സിൻ കണ്ടുപിടിക്കുന്നത് ജോനാസ് സാൽക്കാണ്. 1950s, ഏർലി 1950s സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിക്കുന്നത് എഡ്വേർഡ് ജെന്നർ. റാബീസ് വാക്സിൻ 1885 ആണ്. ഇവിടെ 1885 വന്നുകൊണ്ട് മാത്രം ഞാൻ ഓൾറെഡി പോയ ഒരു ടോപ്പിക് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. 1885 പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത് എന്താണ്? INCയുടെ ഫോർമേഷൻ ആണ്. INCയുടെ ഫോർമേഷൻ. എടാ 885 പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒരു പോയിന്റ് ഓർമ്മ വന്നു. നമുക്ക് തൊട്ട് മുന്നത്തെ സ്ലൈഡിലേക്ക് പോവാം. സെൻസസിൽ പറഞ്ഞപ്പോൾ 1881 ആക്ച്വലി ആദ്യത്തെ സിങ്ക്രണൈസ്ഡ് സെൻസസ് വരുന്നത്. 1881. അതിന് മുന്നേ 1872 അൺസിങ്ക്രണൈസ്ഡ് ഉണ്ടായിരുന്നു. അത് നോട്ട് ചെയ്തോണം. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ആദ്യത്തെ സെൻസസ് 2011 നമ്മുടെ ഈ 382 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ആ സമയത്ത് 2011 സെൻസസ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ചന്ദ്രമൗലിയാണ്. ഓക്കെ, ചന്ദ്രമൗലി. നമ്മുടെ RRൻ്റെ ചന്ദ്രമൗലി അല്ല, അതേ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ചന്ദ്രമൗലി. ഇത് RR എഴുതാൻ പോകുന്നു. ചന്ദ്രമൗലി സെൻസസ് കമ്മീഷണർ ചന്ദ്രമൗലിയാണ്. പിന്നെ ഇതിൻ്റെ മോട്ടോ നമുക്കറിയില്ല. 2011 ആ ഒരു ടാഗ്ലൈൻ എന്താണ്? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. again ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോവിഡ് കാരണം മുടങ്ങിപ്പോയതാണ് നമ്മുടെ 2021 സെൻസസ്. ഉറപ്പായിട്ടും വൈകാതെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിന് മുന്നേ തന്നെ എക്സാം എഴുതി ക്ലിയർ ആക്കാൻ നോക്കുക. കാര്യം അത് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് അധികം ഡാറ്റ പഠിക്കേണ്ടി വരും. ഉള്ള ഡാറ്റയൊക്കെ പോകും, പുതിയ ഡാറ്റ അപ്ഡേറ്റ് ആവും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഉള്ള ഡാറ്റ വെച്ച് എന്ത് ചെയ്യുക, പഠിക്കുക, ജോലിക്ക് കയറുക. ഓക്കെ, ഫൈൻ. മൂവിങ് ഓൺ ടു നമ്മളിവിടെ നിർത്തിയേ. നമ്മൾ 1885 INC നിർത്തി പോയതാണ്. അപ്പോൾ ബാക്കി 1885 INC ഫോർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ INC ഫൗണ്ട് ചെയ്യുന്നത്? ആരാടാ? AO ഹൂം അല്ലേ? ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. അതെ. ഇനി ആരാ ഇതിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റ്? WC ബാനർജി. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് ഡയറക്റ്റായിട്ട് പോയിട്ടുള്ളതെന്ന് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ഫസ്റ്റ് വിമൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ് ആണ് അല്ലേ? ആനി ബെസന്റ്. ഇനി ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ്, ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു. ഓക്കെ ആണോ? ശരി. ഏറ്റവും കൂടുതൽ തവണ ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഐ തിങ്ക് സോണിയാഗാന്ധി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 3 തവണ ആയിട്ടുള്ള ഒരു മഹത് വ്യക്തിയുണ്ട്. ആരാടാ? ദാദാഭായ് നവറോജി. 3 തവണ. 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി അദ്ദേഹം എഴുതിയ പുസ്തകം അറിയാമല്ലോ, ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹമാണ് ഡ്രെയിൻ തിയറി കൊണ്ടുവന്നത്. അദ്ദേഹമാണ് വേറെ കൊണ്ടോ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വയോവൃദ്ധൻ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അത് തീർച്ചയായും നോട്ട് ചെയ്യുക. ദാദാഭായ് നവറോജി.
ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പോയിട്ടുള്ളതാണ്. അഗെയിൻ പറയുന്നു, നിങ്ങൾ വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉറപ്പായിട്ടും കുറച്ച് നമ്മൾ മുന്നേ റെക്കോർഡായിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, തീർച്ചയായും കാണുക, പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രീ ടൈമിൽ പാസീവായിട്ട് നിങ്ങളത് കണ്ടുവരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം വരും. നമുക്ക് 5-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അധികം സമയം നമുക്കിനി നാളെ വെച്ച് നീട്ടാനില്ല. എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് തീർക്കുക നിങ്ങൾക്ക് പെൻഡിങ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, 885 തുടങ്ങിയതാണ് ഇത്രയും പറഞ്ഞത്. അഗെയിൻ ഇതൊക്കെ പി വൈ ക്യു ആയതുകൊണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് പിന്നെയും പറയുന്നത്. ഓക്കെ, പ്ലീസ് പാസ്റ്റർ. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രിസേർവ്ഡ് ബുദ്ധിസ്റ്റ് കേവ്സ് കർല ഈസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? താഴെ പറയുന്നതിൽ ഏത് സംസ്ഥാനത്തിലാണ് കർല എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് കേവ്സ്? ഈ കർല എന്ന് പറയുന്ന സാധനം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് കേവ്സ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഉണ്ടെന്ന് മാത്രമല്ല, ഓപ്ഷനിൽ ബീഹാർ യു പി ഉണ്ടല്ലേ, അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചിന്ത അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ട്. മഹാരാഷ്ട്രയിലും ഉത്തരാഖണ്ഡിലൊന്നും ബുദ്ധിസ്റ്റ് കേവ്സ് ഉണ്ടാവില്ല എന്നുള്ളൊരു അസംഷൻ, പക്ഷേ തെറ്റാണ്. ഇതിൻ്റെ ഉത്തരം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് കർല എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് കേവ്സ് ഉള്ളത്. ആക്ച്വലി മഹാരാഷ്ട്രയിലെ ലോനാവാല, ഈ ലോനാവാലയ്ക്ക് പ്രത്യേകതയുണ്ട്. ലോനാവാല ആൻഡ് മധേര ഈ 2 സ്ഥലങ്ങളുമാണ് നമ്മുടെ മഹാരാഷ്ട്രയിലെ 2 ഹിൽ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? മധേര ആൻഡ് ലോനാവാല. ഞാൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ, ഹിൽ സ്റ്റേഷൻസ്. ഓക്കെ, ശരി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഏതാ? ബുദ്ധിസ്റ്റ് അല്ലേ, ബുദ്ധിസ്റ്റ് കേസ് പറയുന്നത്. സോ ബുദ്ധിസത്തെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ബുദ്ധിസത്തെ പറ്റി പറയുമ്പോൾ ആരെ പറ്റിയാണ് പറയണ്ടേ? ബുദ്ധനെ പറ്റിയാണ് പറയണ്ടേ. ശ്രീ ബുദ്ധൻ അല്ലേ. സോ ബുദ്ധൻ ജനിച്ച വർഷം എന്ന് പറയുന്നത് 563 BC ആണ്. മരിച്ച വർഷം 483 BC ആണ്. ഓക്കെ, 563 BC മുതൽ 483 BC. ഓക്കെ, ബുദ്ധൻ ജനിക്കുന്ന സ്ഥലം ലുംബിനി അല്ലേ, ലുംബിനി. കപിലവസ്തു എന്ന് പറയാറുണ്ട്. ലുംബിനി, കപിലവസ്തു, നേപ്പാളിലാണേ. ശരി, ലുംബിനി വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ശരി, ലുംബിനി, കപിലവസ്തു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്, അദ്ദേഹം ജനിക്കുന്നതിൻ്റെ ഒരു സിമ്പൽ ഉണ്ടടാ, സൈൻ അല്ലേ, സിമ്പൽ, ബർത്ത് സിമ്പൽ ഉണ്ട്. അത് ലോട്ടസ് ആണ്. ലോട്ടസ് ബർത്തിൻ്റെ സിമ്പലാണേ പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കുറേ സിമ്പൽ ഉണ്ട്, ലോട്ടസ്. പിന്നെ ഇദ്ദേഹം വീട് വിട്ടിറങ്ങുന്നുണ്ട് അല്ലേ, ബോധം ലഭിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോധം ലഭിക്കാൻ ഇൻ ദ സെൻസ് നിർവാണ അറ്റൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം പുറപ്പെട്ടു പോകുന്നുണ്ട്. ആ പുറപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഹോഴ്സാണ്. ഹോഴ്സ്. അദ്ദേഹത്തിൻ്റെ ഹോഴ്സിൻ്റെ പേര് ചോദിക്കാറുണ്ട്, കന്ദക. പ്രൊണൗൺസിയേഷൻ തെറ്റായാലും ആ സ്പെല്ലിംഗ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഉറപ്പായി നോട്ട് ചെയ്ത് വയ്ക്കുക. ഹോഴ്സ്, കന്ദക. ഇനി ചേരിയറ്റ്. എന്താ ചേരിയറ്റ്? തേരാളി അല്ലേ. തേരാളിയുടെ പേര് ചന്ന എന്നായിരുന്നു. ചന്ന ചേരിയറ്റ്, ചന്ന. ഹോഴ്സ്, കന്ദക പേരാണേ. പിന്നെ ഉറപ്പായിട്ട് എക്സ്ട്രാ ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ എടുക്കുന്ന ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾ നമ്പർ ഇട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇത് കാണുന്നവർക്ക് എന്താണ് ബെനിഫിഷ്യൽ ആയിരിക്കും. ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അതിൻ്റെ എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇനി ബുദ്ധനെ പറ്റി പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിന് മുന്നേ ബുദ്ധിസ്റ്റ് കൗൺസിൽ, അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഓതേഴ്സ് അല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അദ്ദേഹം ഡയറക്റ്റ്ലി പുസ്തകം എഴുതിയിട്ടുണ്ടെന്നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഒക്കെ കമ്പൈൽ കമ്പൈൽഡ് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം ഡയറക്റ്റ് എഴുതിയതല്ല, അത് ശിഷ്യന്മാരാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. സോ 3 പീഠകാസ് എന്ന് വിളിക്കുന്നത്. അതിൽ പീഠക എന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ബാസ്ക്കറ്റ് എന്നാണ്. ബാസ്ക്കറ്റ് പീഠകാസ് 3 ഉണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സുട്ട പീഠക, വിനയ പീഠക, അഭിദ്ധമ പീഠക. ഓക്കെ ആണല്ലോ. സുട്ടപീഠക, വിനയ ആൻഡ് അഭിധമ പീഠക. നോട്ട് ചെയ്യുക. പീഠകാസ് എന്ന വേർഡിൻ്റെ മീനിങ് ബാസ്ക്കറ്റ് ആണെന്നും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിസ്റ്റ് കൗൺസിലുകളാണ്. ബുദ്ധിസ്റ്റ് കൗൺസിൽസിന് മുന്നേ അദ്ദേഹം ഫസ്റ്റ് സെർമൺ
അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായി നോട്ട് ചെയ്യുക. ഫസ്റ്റ് സെർമൺ എവിടെയാണ്? സാർനാഥ് വെച്ചിട്ടാണ്. സാർനാഥ് യു പിയിലാണ്. സാർനാഥ് യു പിയിലാണ്. ഇവിടെ അശോക ഒരു സാധനം അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ടല്ലോ. എന്താടാ സാർനാഥിൽ? ദാമേഗ് സ്തൂപ അല്ലേ? ദാമേഗോ ദമ്മ എന്നൊക്കെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ദാമേഗ് സ്തൂപ ആരാ? അശോക അല്ലേ? അശോക ദാമേഗ് സ്തൂപ നോട്ട് ചെയ്യുക. ഫസ്റ്റ് സെർമൺ ഓക്കെ ആണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് പറയാൻ പോകുന്ന കാര്യം, ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ. ശരിക്കും 4 ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള 4 ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. അത് 4ഉം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോട്ട് ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ഇത് എവിടെ വെച്ച് നടന്നു, ആരുടെ കാർമുകത്തിൽ അല്ലെങ്കിൽ ആരുടെ പ്രസിഡൻസിയിൽ നടന്നു, അതായത് ആര് പ്രിസൈഡ് ചെയ്തെന്നത് നോക്കുക. അതുപോലെ തന്നെ ഏത് ഡൈനാസ്റ്റി, ആരാണ് അത് ഭരിച്ചിരുന്നത്, ആരാണ് അത് ലീഡ് ചെയ്തെന്നുള്ളതാണ്. സോ ആദ്യത്തെ പറയുമ്പോൾ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ പറയുമ്പോൾ അത് വരുന്നത് ആക്ച്വലി എവിടെയായിരുന്നു? രണ്ടാമത്തെ ഓർക്കാം, ഞാൻ ഒരു കോഡ് വെച്ചിട്ട് ഓർത്തിരിക്കുന്നത്. രാജഗൃഹ കിട്ടി. രാജഗൃഹ. രണ്ടാമത്തേത് വൈശാലി, സ്ഥലത്തിൻ്റെ പേരാണ്, എവിടെ, പ്ലേസ്. രാജഗൃഹ, വൈശാലി, ഇത് സെക്കൻഡ്. തേർഡ് വന്നിട്ട് പാട്ന അഥവാ പാടലിപുത്ര. ഫോർത്ത് കുന്തൽവന. കുന്തൽവന എന്ന് പറയാറുണ്ട്, കാശ്മീർ എന്ന് വന്നാലും അത് തന്നെയാണ്. കാര്യം കുന്തലവന കാശ്മീരിലാണ്. കുന്തലവന കാശ്മീർ. ശരി, ഇത് സ്ഥലം എവിടെയാണെന്നാണ്. ഇനി രാജാവ് ആ സമയത്ത് ആരായിരുന്നു ചോദിച്ചാൽ ആദ്യത്തെ അജാതശത്രുവിൻ്റെ ടൈമിലാണ് ഇത് ആദ്യമായിട്ട് നടക്കുന്നത്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് ആക്ച്വലി ബുദ്ധൻ മരിച്ച വർഷം തന്നെയാണ്. ബുദ്ധൻ മരിച്ച വർഷം ഏതെന്ന് ഓർമ്മയുണ്ടല്ലോ? 483 BC. ഓക്കെ, അങ്ങോട്ടുള്ളതുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. സോ അജാതശത്രു. പിന്നെ ഇവിടെ വരുന്നത് രണ്ടാമത് കാലശോകൻ. ഇവിടെ ആരാ? അശോകൻ. ഇവിടെ കനിഷ്കൻ പറയുമ്പോൾ കനിഷ്കൻ്റെ എംപയർ എന്നറിയില്ല, അതായത് ഡൈനാസ്റ്റി എന്നറിയാലോ. കുഷാന ഡൈനാസ്റ്റി ആണേ. അത് പലർക്കും കൺഫ്യൂസിങ് ആണ്, നോട്ട് ചെയ്യുക. കനിഷ്ക സഗയറ കൊണ്ടുവന്നതാണ് കനിഷ്കൻ. കുഷാന ഡൈനാസ്റ്റിയാണ്, നോട്ട് ചെയ്യുക. അജാതശത്രു, കാലശോകൻ, ഇത് കാലെന്നാണേ. കാലശോകൻ, അശോകൻ, കനിഷ്കൻ. ഓക്കെ ആണോ? ഇനി പ്രിസൈഡ് ചെയ്തത് 4 പേരുണ്ട്. ഇവിടെ സബഗാമി. അവിടെ ഞാൻ കോഡ് വെച്ചാണ് പഠിച്ചേക്കുന്നത്. മഹാസഭയിൽ പുട്ടുവാസു എന്ന എൻ്റെ കോഡ്. നല്ല വിയേഡ് കോഡാണ്, പക്ഷേ എനിക്ക് ആ പേരാണെന്ന് നോട്ട് ചെയ്യേണ്ടത്. ഇവിടെ മൊഗാലി പുട്ടട്ടിസ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. മൊഗാലി പുട്ടാട്ടിസ, പക്ഷെ അതിനെ പുട്ടെന്നാക്കി കേട്ടോ. ഇവിടെ വസുമിത്ര. ഇവിടെ ഇവിടെ കറക്റ്റ് ഫുൾ നെയിം എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും കേട്ടോ, അത് നോട്ട് ചെയ്യുക. മഹാസഭയിൽ പുട്ടുവാസു. നല്ല കോമഡി കോഡാണ്, പക്ഷേ ഓർമ്മ വരും. സബഗാമി, മൊഗാലി പുട്ടാട്ടിസ, വസുമിത്ര. 4 ഓർത്തിരിക്കുക. രാജാക്കന്മാരെ അറിയില്ല: അജാതശത്രു, കാലശോകൻ, അശോകൻ, കനിഷ്കൻ കുഷാൻ റൂളാണ്. ഇതൊരു അറ്റ്ലീസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നോട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കിനി 3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. സോ 18th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ദർ ആർ ഡാഷ് സോൺസ് ഇൻ ഇന്ത്യൻ റെയിൽവേസ്. റെയിൽവേ RRB പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കല്ല, ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ എന്തായാലും അറിഞ്ഞിരിക്കണം. എത്ര സോൺസ് ആണ് ഇന്ത്യൻ റെയിൽവേയിലുള്ളത്? എത്രയാണ് ഉത്തരം? 18 ആണ് കേട്ടോ. 18 സോൺസ് ആണ് ഇന്ത്യൻ റെയിൽവേ നിലവിലുള്ളത്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ എല്ലാം പഠിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാം പഠിക്കാൻ ഞാൻ പറയില്ല. അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്, ഓക്കെ. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊന്നും പഠിച്ചു വയ്ക്കുക. വെറുതെ ഏതെന്ന് മാത്രം പഠിച്ചാൽ പോരാ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്.
എൻ്റെ ഒരു ഷിഫ്റ്റിൽ വന്ന ക്വസ്റ്റ്യനാണ് ആക്ച്വലി ഇത്. ഓരോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 മാത്രം പറയാം, പക്ഷേ അതിൽ ഒതുക്കരുത്. ഞാൻ സമയപരിമിതി കൊണ്ട് പറയാത്തതാണ്. ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ നോട്ടിൽ ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യുക. സദേൺ റെയിൽവേ അറിയാലോ, ഞാൻ ഫുൾ ഇതിനോടാ എഴുതിയേക്കാം അല്ലേ. സദേൺ റെയിൽവേ. സദേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. ചെന്നൈ. സദേൺ റെയിൽവേ. ഈസ്റ്റേൺ റെയിൽവേ ഈ മാത്രം എഴുതിയാൽ പോരെ, മതി. ഇ ആർ എവിടെയാ? ഇത് ആറാണ് കേട്ടോ. ഈസ്റ്റേൺ റെയിൽവേ എവിടെയാണ്? കൊൽക്കത്ത അല്ലേ, ശരി. ഇനി സദേൺ സെൻട്രൽ റെയിൽവേ. സദേൺ സെൻട്രൽ റെയിൽവേ ഉണ്ട് കേട്ടോ. അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വരുമ്പോൾ സെക്കന്ദരാബാദാണ്. സെക്കന്ദരാബാദ്. നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നോർത്തേൺ റെയിൽവേ. നോർത്തേൺ റെയിൽവേ എവിടെയാണ്? നോർത്തേൺ റെയിൽവേ നോർത്തിലാണ്, പക്ഷേ അത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഡൽഹിയാണ് കേട്ടോ, ഡൽഹി. ഇനി 2 കൂടെ എൻ്റെ ഓർമ്മ വരുന്നത് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ കേട്ടോ. ഫുൾ എഴുതണോ? കാണാൻ പറ്റത്തില്ല അല്ലേ. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ചോദിച്ചാൽ എവിടെയാണ്? അത് നിങ്ങൾ ഗോരഖ്പൂറാണ് ചെയ്യേണ്ടത്. ഗോരഖ്പൂറാണ് എൻ്റെ എന്താണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെയിൽവേ കേട്ടോ, 2 നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ചോദിച്ചാൽ അത് ഗുവാഹത്തിയാണ്. എവിടെയാണ് ഗുവാഹത്തി? അസ്സാം അല്ലേ. ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. 6 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കി 12 ഉണ്ട്. അതിലെല്ലാം പഠിച്ചില്ലെങ്കിലും പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ച് വയ്ക്കുക. മെട്രോ റെയിൽവേ എന്നുണ്ട് കേട്ടോ. മെട്രോ റെയിൽവേ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. മെട്രോ റെയിൽവേ എന്ന് പറയുമ്പോൾ അതും കൊൽക്കത്ത തന്നെയാണ് വരുന്നത്. കൊൽക്കത്ത. ഓക്കെ, സ്ക്രീൻഷോട്ട് എങ്കിലും എടുക്കണം, പക്ഷേ സ്ക്രീൻഷോട്ടിൽ ഒതുക്കരുത്. ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് തന്നെ എന്ത് ചെയ്യുക, ജി കെക്ക് വെച്ചേക്കുക. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയാം, ജി കെക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ചെയ്യുന്ന പോലത്തെ ഉപയോഗം വേറെ ഒന്നും ചെയ്യത്തില്ല. കാര്യം നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണം, നമുക്ക് റിവൈസ് ചെയ്യുമ്പോഴേക്കും ഓർമ്മ വരും. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രിൻ്റഡ് നോട്ട്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രിൻ്റഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ഫോണ്ടാണ്, എപ്പോഴും കോപ്പി പേസ്റ്റ് എപ്പോഴും ഒരുപോലെ ഇരിക്കും. പക്ഷേ നിങ്ങൾ ഹാൻഡ് റൈറ്റൻ ആണെങ്കിൽ നിങ്ങളുടെ മൂഡ് പോലെ ഇരിക്കും നിങ്ങൾ എഴുതുന്ന നോട്ടിൻ്റെ രീതി. നിങ്ങൾ നല്ല മൂഡാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് നല്ല രസമായിരിക്കും കാണാൻ. എൻ്റെ അത്ര രസമില്ല, പക്ഷേ പൊതുവേ നല്ല രസമായിരിക്കും അല്ലേ. അതുപോലെ മോശം മൂഡാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് മാറും. എപ്പോഴും കോൺസ്റ്റൻ്റ് ഒരുപോലെ പ്രിൻറ്റ് ചെയ്യുന്ന പോലെ പിടിച്ചെഴുതുന്നവർ അങ്ങനെ കാണത്തില്ല. കാണുമായിരിക്കാം, കുറവാണ്. പക്ഷേ ചാൻസസ് ആർ നിങ്ങൾ അതിൽ പെടത്തില്ല. സോ എന്ത് ചെയ്യുക, പറഞ്ഞു തന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾ കാണുമ്പോൾ ഓരോ പേജിനും ഓരോ രീതിയിലായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിനിൽ അത് ഫീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു സിമിലാരിറ്റി, ഒരു മൊണോട്ടോണസ് രീതി ആയിരിക്കത്തില്ല ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എന്ത് ചെയ്യാം, അതിനെ കളർഫുൾ ആക്കാം. ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ എന്ത് ചെയ്യാം, സ്കെച്ച് വെച്ച് വരയ്ക്കാം, നല്ല നല്ല പിക്ചേഴ്സ് വരയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ പിക്ചേഴ്സ് ഇൻ ദ സെൻസ് പുറത്തുള്ള പിക്ചേഴ്സ് അല്ല. ഇപ്പോൾ ഇന്ത്യയുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, മാപ്പ് വരയ്ക്കാം, റിവേഴ്സിൻ്റെ കണക്ഷനൊക്കെ നിങ്ങൾക്ക് തന്നെ വരച്ച് വയ്ക്കാം. വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാണ്ട് നിങ്ങൾക്ക് തന്നെ വരച്ച് വയ്ക്കാം. സോ ഒരു ലേണിംഗ് ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള ജേർണി ആക്കി മാറ്റുക. അതിൻ്റെ ഒരു ഭാഗമാണ് ജി കെയിൽ എന്ത് ചെയ്യുക, ഹാൻഡ് റിട്ടൺ നോട്ട്സ് എഴുതുന്നത്. ഉറപ്പായിട്ട് ബെനിഫിഷ്യൻ്റ് ആയിരിക്കും. എനിക്ക് ഹിസ്റ്ററിയുടെ ആൻഷ്യൻ്റ് മിഡീവൽ മോഡേൺ എല്ലാത്തിനും നോട്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ ഓർമ്മ വരുന്നത് അതുകൊണ്ടായിരിക്കാം. സോ ഹിസ്റ്ററി അല്ല, ബട്ട് സ്റ്റിൽ ഉദാഹരണം പറഞ്ഞതാണ്. അത് നിങ്ങളും പ്രാക്ടിക്കലാകാൻ ശ്രമിക്കുക. ഇല്ലാത്തവർ നിങ്ങൾക്ക് മോസ്റ്റ് ആൾക്കാർക്ക് അത് ഉണ്ടാവും. ഇല്ലാത്തവർ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. സോ പറഞ്ഞത് പോയിന്റ് ഇതായിരുന്നു. 18 പോയോ? 18ാമത്തെ ക്വസ്റ്റ്യൻ. അത് കൊള്ളാമല്ലോ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ദർ ആർ ഡാഷ് സ്റ്റോൺസ്. എത്രയാണോ? 18. ഓക്കെ ആണോ? ഇനി ഒരു 18 വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ നീങ്ങുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇത് എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിൽ വൃത്തിക്ക് പകർത്തി വയ്ക്കുക. ഇതുപോലെ എഴുതരുത്. ശരി, അവിടെ ഇത് എഴുതുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നോട്ടിൽ എഴുതുന്ന പോലെ വൃത്തിക്ക് വരത്തില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഓഫ് ദ റെയർ ഗ്യാസ്. റെയർ ഗ്യാസുകളിൽ ഏറ്റവും മോസ്റ്റ് അബണ്ടൻറ്റ്. അപ്പോൾ റെയർ ഗ്യാസ് എന്താ? ഇനേർട്ട് ഗ്യാസ് അല്ലേ. ഇനേർട്ട് ഗ്യാസ് അഥവാ നോബിൾ ഗ്യാസസ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, വാലൻസ് ഇലക്ട്രോൺസ് ഇല്ലാത്ത ഷെൽ അല്ലേ. നമുക്കിത് റിയാക്റ്റീവ് അല്ല ഇവരല്ലേ. വേറുള്ള ഇതുമായിട്ട് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യത്തില്ല. സോ എന്ത് ചെയ്യുക, അതാണ് ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനേർട്ട് ഗ്യാസ്, നോബിൾ ഗ്യാസ്. അപ്പോൾ അതിൽ തന്നെ ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് അബണ്ടൻറ്റ്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാടാ? ഹീലിയം കുത്താനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഹീലിയം തെറ്റായ ഓപ്ഷനാണ്. ശരിയായ ഉത്തരം ആർഗൺ ആണ്.
ആർഗൺ. നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഗ്യാസിൻ്റെ കണക്കെടുത്താൽ ആദ്യം ടോപ്പ് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആരാടാ? നൈട്രജനാണ്. പിന്നെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. പിന്നെ ആരുണ്ട്? ആർഗൺ ഉണ്ട്. ഐ തിങ്ക് അതെ, ആർഗൺ ഉണ്ട്. സോ റെയർ ഗ്യാസുകളിൽ പറഞ്ഞു വരുന്നത് എന്താണ്? റെയർ ഗ്യാസുകളിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാ? ആർഗനാണ്. ആർഗൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിക്കും. എത്രയാ? 18. ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 18 പഠിച്ചു വയ്ക്കുക. ചോദിച്ചാലോ? തൊട്ട് മുന്നേ പഠിച്ചത് എന്താ? 18 സോൺസ്, ആർഗൺ 18. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഇവരുടെ ആപ്ലിക്കേഷൻ അല്ലേ, അത് പഠിക്കാം. ആപ്ലിക്കേഷൻ ഹീലിയം എന്താ? ഹീലിയമാണ് ആക്ച്വലി നമ്മുടെ യൂണിവേഴ്സിൽ ഒന്ന് റബ്ബ് ചെയ്യുവാണേ. നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആക്ച്വലി ഹീലിയമാണ് യൂണിവേഴ്സിൽ. ഓക്കെ. പക്ഷേ നമ്മുടെ എർത്തിൽ ഇത് വളരെ വളരെ കുറവാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ബലൂൺ നിറയ്ക്കാനും അല്ലേ, അങ്ങനെയൊക്കെ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് ആർഗൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞാൽ ആർഗൻ്റെ ആപ്ലിക്കേഷൻ ലൈറ്റ് ബൾബുകൾ ഉപയോഗിക്കാറുണ്ട്. ലൈറ്റ് ബൾബുകളിൽ പിന്നെ നമ്മൾ ഓപ്ഷൻ കണ്ടത് നിയോൺ നമുക്ക് എന്താ എടാ? സൈൻ ലൈറ്റുകൾ. ഏത് സൈനാടാ? നമ്മൾ ഈ കണ്ടിട്ടില്ലേ സിനിമകളിലൊക്കെ ഇങ്ങനെ ബാറിൻ്റെ വിഷ്വൽസ് കാണിക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ബാറും പബ്ബിൻ്റെയൊക്കെ രസമായിട്ട് നൈറ്റ് ലൈഫൊക്കെ കാണിക്കുമ്പോൾ രസമുള്ള രീതിയിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് നിയോൺ ലൈറ്റുകൾ. അത് സൈൻ ലൈറ്റിൻ്റെ പർപ്പസാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നിയോൺ ലൈറ്റിൻ്റെ പ്രത്യേകത പറയാം. നിയോൺ ലൈറ്റുകളാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന അത് ആരാ എന്ന് ചോദിച്ചാൽ നിയോൺ ആണെന്ന് പഠിച്ചു വയ്ക്കുക. നിയോൺ. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് കറങ്ങി കളിക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് നിയോൺ പറഞ്ഞു, ഹീലിയം പറഞ്ഞു, ആർഗൺ പറഞ്ഞു, നൈട്രജൻ ഇല്ല. നമ്മൾ ലിസ്റ്റിൽ ഇനി വേറെയുള്ളവരെ കൊണ്ടുവരണം. ക്സെനോൺ അങ്ങനെ എന്തോ അതിനെ പറയുന്നത്. ക്സെനോൺ എന്ന് വെച്ചാൽ ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അനസ്തേഷ്യ. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് റേഡോൺ ആക്ച്വലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസേജ് വളരെ ലിമിറ്റഡ് ആണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇത് ഉപയോഗിക്കാറുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്. എന്ത് ചെയ്യുക? പ്രത്യേകം നോട്ട് ചെയ്യുക. റെഡോൺ, നിയോൺ, ആർഗൺ ഇതാണ് മേജർ സാധനങ്ങൾ. ഇവർ ഏത് ഗ്രൂപ്പാണ് വരുന്നത്? നോബിൾ ഗ്യാസ് ഗ്രൂപ്പ് 18. അവിടെയും 18 അല്ല, നമ്മൾ 4 18 പഠിച്ചു. 4 3 18 പഠിച്ചല്ലേ? ഒന്നാമത്തെ 18 ഏതാടാ? എത്ര സോണുണ്ട്? 18 സോണുണ്ട്. പിന്നെ ആർഗൻ്റെ നമ്പർ 18. ഇവിടെ ഗ്രൂപ്പ് ഏതാ? 18. ഓക്കെയാണ്. ശരി. ഏറ്റവും അവസാനത്തെ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഏറ്റവും അവസാനത്തെ ആണെന്ന് എൻ്റെ ഓർമ്മ. അതെ, അവസാനത്തെ. റെഡോൺ, ക്സെനോൺ, നിയോൺ, ആർഗൺ. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്ത്യൻ നാഷണൽ ആർമി റീക്ലെയിം ദ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ് ഫ്രം ബ്രിട്ടീഷ് റൂൾ ആൻഡ് നെയിംഡ് ദം. അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ INA, ഇന്ത്യൻ നാഷണൽ ആർമി. ഇവർക്ക് വേറെ പേരുണ്ട്, അത് നോക്കാം. ഇവർ നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിനെ ബ്രിട്ടീഷുകാരെന്ന് വെട്ടിപ്പിടിച്ചിട്ട് അതിനൊരു പേരിടുകയുണ്ടായി. ആ പേര് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ചിലർക്കെങ്കിലും അറിയായിരിക്കും. തെറ്റിക്കാൻ വേണ്ടി 2 ഓപ്ഷൻ സിമിലർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തെറ്റരുത്. ഇതാണ് ശരി ഉത്തരം. ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ്സ്. ആരാ നെയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസാണ് നെയിം ചെയ്യുന്നത്. ഓക്കെ ആണോ? ശരി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി കുറച്ച് ഫാക്ട്സ് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മറ്റൊരു പേര് ആസാദ് ഹിന്ദു ഫൗജ് എന്ന് കേട്ടിട്ടുണ്ട്. ആസാദ് ഹിന്ദു ഫൗജ്. അഥവാ ഇതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എന്ത് പറയും? ഇന്ത്യൻ ഫ്രീഡം ലീജിയൻ. അങ്ങനെ വേണ്ട, നോക്കട്ടെ. വേറൊരു പേരുണ്ട് ടൈഗർ ലീജിയൻ. അവിടെ ലീജിയൻ ഉണ്ട് കേട്ടോ, ടൈഗർ ലീജിയൻ. ഇങ്ങനെ പല പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നോട്ട് ചെയ്യുക. ഇത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇന്ത്യൻ ഫ്രീഡം. ഓക്കെ, നോക്കാം. തൽക്കാലം അത് രണ്ടും നോക്കുക. ഇനി INA പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് സുഭാഷ് ചന്ദ്ര ബോസ് തന്നെ അതിൻ്റെ നേതാവെന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ നേതാജി എന്ന് വിളിക്കുന്നത് എന്താ? അതുകൊണ്ട് തന്നെയാണ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് 2 ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? അഗൈൻ ഇതൊരു ലീനിയർലി ഞാൻ പറഞ്ഞു പോകുന്നില്ല, റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ എന്താണ്, കുറച്ച് റാൻഡം ഫാക്ട്സ് അവിടെ നിന്ന് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നെടുത്ത് എറിഞ്ഞു തരുന്നതാണ്. ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഇപ്പോൾ ഷഹീദ് ആൻഡ് സ്വരാജ് ഐലൻഡ്സ് പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന് 2 ക്യാപിറ്റൽ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂറും ഉണ്ട്, റംഗൂണും ഉണ്ട്. ഈ റംഗൂൺ എവിടെയാണെന്ന് ചോദിച്ചാൽ മ്യാൻമാറിലാണേ. മ്യാൻമാർ.
ഓക്കെ, സിംഗപ്പൂർ, റംഗൂൺ, മ്യാൻമാറിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗുരു എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ചിത്തരഞ്ജൻ ദാസ് അഥവാ CR ദാസ്. CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേറൊരു പേരുണ്ടല്ലോ, ദീനബന്ധു അല്ലേ? അത് നോട്ട് ചെയ്യാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുന്നത് എങ്ങനെ കേട്ടിട്ട് എഴുതാൻ ശ്രമിക്കുക. നോട്ടും കൂടെ എഴുതി പോകുന്നത് വളരെ വളരെ ബെനിഫിഷ്യലായിരിക്കും. നിങ്ങൾ നോട്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളുടെ നോട്ടിൽ എവിടെയാണോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയില്ല ഏത് ഫീൽഡാണ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് എന്താ, ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ 1939 പറഞ്ഞപ്പോഴാണ് അടുത്തത് കിട്ടിയടാ. 1939 ആണ് ഫോർവേഡ് ബ്ലോക്ക്. എന്താ ഫോർവേഡ് ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ എന്താ ഫോർവേഡ് ബ്ലോക്ക്? നമ്മുടെ INC അല്ലോ, ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോം ചെയ്യുന്ന വർഷം 1939. 1940 കണ്ടിട്ടുണ്ട്, പക്ഷേ കൂടുതലായി 1939 പറയുന്നത് കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക് നോട്ട് ചെയ്ത് വെക്കാം, ഇവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് INA ഈ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ഹിസ്റ്ററി തന്നെ അല്ലേ, ലാസ്റ്റാണ്. നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ക്ലൈമാക്സ് ഒക്കെ എത്തുന്നതിന് മുന്നേ ഉള്ള പരിപാടിയാണ് ഈ സാധനം 1939 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ നോട്ടിൽ ഇതിൻ്റെ നോട്ട് ഉണ്ടാവും, എഴുതിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് തുറന്നു വയ്ക്കുക. നിങ്ങൾ എഴുതിയ ഫാക്ട്സ് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. റിവിഷൻ മീൻസ് റീവിസിറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെയും വിസിറ്റ് ചെയ്യുകയാണ്. ഒരിക്കൽ പോയ ആ സ്ഥലത്തേക്ക് നിങ്ങൾ പിന്നെയും പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് അതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഒരു റിവിഷൻ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിയ നോട്ട് നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, കാണുവാണ്. അപ്പോൾ കാണുമ്പോൾ കുറച്ച് അധികം ഫാക്ട്സ് കിട്ടും. മാത്രമല്ല ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞായിട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഒരു എക്സാമിന് മാത്രമായിരിക്കില്ല GK എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഞാൻ പറയുന്ന പോയിന്റ്സ് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ RRBയുടെ PYQ ആണെങ്കിൽ പോലും നമ്മുടെ TCS ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആർക്ക് വേണേൽ വരാം. GK അങ്ങനെ ഇന്ന ആൾക്കുണ്ട് ഇന്ന ആൾക്ക് ഇല്ലാതൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിക്കുമ്പോൾ അങ്ങനെ എക്സാം നോക്കി പഠിക്കണം. നമുക്ക് എല്ലാ എക്സാമിനും ഒരുപോലെ ഉപകാരമാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട്സ് നോക്കി തന്നെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. സോ തൽക്കാലം നമ്മുടെ 10 ദിവസമായിട്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ കുറച്ച് ഫാക്ട്സ് എഴുതിയിട്ടുള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു ഫേസിലായിരിക്കും. അതെന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ NDPC നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. സോ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എഗെയിൻ ലാസ്റ്റ് ഒരിക്കലും ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ കരിയർ ഗൈഡൻസ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു അവയർനെസ്സിൻ്റെ കുറവ് എല്ലാവർക്കും ഉണ്ട്. അതെന്ത് ചെയ്യുക, അത് വേണ്ട. അതിനി ഡിഗ്രി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെ ജോബുകളുണ്ട്, ബാങ്ക് വേണോ, SSC വേണോ, അല്ലെങ്കിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് ഫീൽഡ് ഉണ്ടല്ലോ, അതിൽ ഏതാ എനിക്ക് വേണ്ടത്, ഏതാ എനിക്ക് പറ്റിയ ഞാൻ എടുത്ത ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഏതാണുള്ളത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ഇനി അതൊന്നും വേണ്ട. ജൂൺ 14 വരുന്ന ശനിയാഴ്ച എന്താണ് നമ്മുടെ വരുന്ന ശനിയാഴ്ച അല്ല, അടുത്ത ശനിയാഴ്ച June 14 നമ്മുടെ വരാന്ത റേസിൻ്റെ കൊച്ചി ബ്രാഞ്ചിൽ വെച്ചിട്ട് എന്താണ് നമ്മൾ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നമ്മുടെ എക്സ്പേർട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എൻട്രി തീർച്ചയായും സൗജന്യമാണ്. നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് അവയർനെസ് വേണം അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. സോ ഇതായി കാണുന്ന നമ്പർ, ഈ ഭാഗത്തൊരു നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യുക, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും വിശ്വസിക്കുന്നു. സോ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നമുക്ക്.